റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് മദ്യം വാങ്ങാൻ 23 വയസ്സ് പൂർത്തിയാകണമെന്ന നിബന്ധന കർക്കശമാക്കുന്നു. മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ പ്രായത്തിൽ സംശയം തോന്നിയാൽ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടാം. കർണാടക മോഡലിൽ നോ ID നോ എൻട്രി എന്ന നിബന്ധനയാണ് നടപ്പിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ഫയലുള്ളത്. വിശദമായ ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കും. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലേക്ക് എത്തുന്നു എന്ന ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചത് കുട്ടികളടക്കം ഉപയോഗിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പൊ തന്നെ ഈ പറയുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 23 വയസ്സ് എന്നുള്ളത്. പക്ഷെ അത് നിർബന്ധമാക്കുന്നുണ്ടോ? ആരും ID ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ കർണാടക മോഡലിൽ നോ ID നോ എൻട്രി പ്രാബല്യത്തിൽ വരുത്തുകയാണ്. അതിനുള്ള തീരുമാനം ഇനി മുഖ്യമന്ത്രി ഒപ്പുവെച്ചാൽ മതി. മധു, തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് വരുത്തിയത്, അത് സഭാ മേലധ്യക്ഷന്മാരും പ്രതിപക്ഷം അടക്കമുള്ളവർ രൂക്ഷമായിട്ടുള്ള വിമർശനം ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. അതിൽ പ്രതിസന്ധിയിൽപ്പെട്ടിരുന്നത് UDF സർക്കാരാണ്. അതിനിടയിലാണ് 2017 പിണറായി സർക്കാർ കൊണ്ടുവന്ന ഉത്തരവ്. അന്നത് നടപ്പിലാക്കാനായിട്ട് മുന്നോട്ട് വന്നെങ്കിലും അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള കണ്ടെത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ UDF സർക്കാർ ഇത് കൃത്യമായിട്ട് ഇപ്പോൾ നടപ്പിലാക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് മദ്യം വിൽപ്പന കൃത്യമായിട്ടും വരുന്ന ബെപ്കോയിൽ എത്തുന്നവർക്ക് 23 വയസ്സ് പ്രായം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖകൾ, അത് ആധാർ കാർഡാണെങ്കിലോ ലൈസൻസ് മറ്റേതെങ്കിലും ഏതെങ്കിലും ഒരു ID കാർഡ് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മദ്യം വിളമ്പിയാൽ മതി എന്നുള്ള കർണാടക മാതൃക കേരളത്തിലും അവലംബിക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള M. ലിജു ഈ ഫയൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് അയച്ചിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുക. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കർണാടകയിൽ ഇത് വിജയിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം വരുന്ന ബെപ്കോയിലെത്തുന്ന എല്ലാ യുവാക്കളിൽ നിന്നും ഇത് പരിശോധിക്കുമെന്നല്ല, സംശയം തോന്നുന്ന ചിലരുടെ പക്കൽ നിന്നും ഈ ID വാങ്ങി പരിശോധിച്ച് 23 വയസ്സ് പ്രായമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും മദ്യ ബോട്ടിലുകൾ കൈമാറുക എന്നുള്ളതാണ് നിലവിൽ സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ വലിയ പ്രതിസന്ധിയിലായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് പ്രഖ്യാപിച്ചതാണ്. അത് ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. കാരണം കർണാടകയിലെ തന്നെ ബെക്കാടി എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ടാണ് GSTയിൽ ഇളവ് വരുത്തി ഇപ്പോൾ ഈ ഒരു കേരളത്തിലേക്കുള്ള എൻട്രി തുറന്നു വച്ചിരിക്കുന്നത്. അതിൽ വലിയ തോതിലുള്ള വിമർശനം UDF സർക്കാർ നേരിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രായപരിധി കർശനമാക്കാനായിട്ട് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത് സഭാ മേലധ്യക്ഷന്മാരെയും പ്രതിപക്ഷത്തിന്റെയും വായടപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വരുന്ന ദിവസങ്ങൾ നോക്കിക്കാണേണ്ടത്. മാധു, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. കുറച്ച് തണ്ടും തടിയും ഉണ്ട് എന്ന് വിചാരിച്ച് ബെഫ്കോയിൽ പോയി ഇത്തരം വസ്തുക്കൾ വാങ്ങാമെന്ന് വിചാരിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ ID ഒക്കെ കാണിക്കണമെന്ന നിർബന്ധമാണ്. ID ഉണ്ട് എങ്കിൽ മാത്രമേ അവിടേക്ക് എൻട്രി ഉള്ളൂ എന്നുള്ളൊരു തീരുമാനം സംസ്ഥാനത്ത് വരുമോ? മുഖ്യമന്ത്രി ഒപ്പുവെച്ചാൽ വരും.